Hello, am I audible? Just let me know. Good morning. Good morning, sir. Good morning, good morning. Audible. Good morning. All right. So welcome to today's session. നമ്മുടെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയില്ല, ചെറിയൊരു ഡിഫിക്കൽട്ടി കാണുന്നുണ്ട്. വീഡിയോ ഓൺ അല്ല അല്ലേ? Screen and audio. Okay, very good. Give me just give me. I will just get on video. Good morning. Good morning. Good morning. Good morning. ഇപ്പോൾ ഓക്കെ ആണോ? Hope Okay, it is. sir. Yes, very good. Thank you everyone for joining today's session. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. If you are ready, let's begin. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. So, hope everybody is ready. Are you ready and excited? കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാനുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആൻസർ ചെയ്യും. ആ ആൻസർ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു സെഷൻ, ഇന്നത്തെ സെഷൻ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, റെഡിയാണോ? സോ ഇഫ് യു റെഡി, ലെറ്റ്സ് ബിഗിൻ. ശരത് നമ്മുടെ എല്ലാ ഗ്രൂപ്പിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, സെഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളൊരു ചോദ്യമുണ്ട്. വാട്ട് ഡു യു വാണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യാവോ? വാട്ട് ഡു യു വാണ്ട്? നിങ്ങൾക്ക് എന്താണ് ലൈഫിൽ വേണ്ടത്? ജീവിതത്തിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? സമാധാനപരമായ ജീവിതം. പീസ്, സമാധാനമാണ് വേണ്ടതെന്ന് പറയും സജന മാം. ജമീല പറയുന്നു ഹാപ്പി ലൈഫ്. റിഷാദ് സാർ ഓക്കെ. സ്വസ്ഥമായ ജീവിതം. എങ്ങനെ? സ്വസ്ഥമായ ജീവിതം. സ്വസ്ഥമായ ജീവിതം. ഓക്കെ, സ്വസ്ഥമായ ജീവിതം. സ്വസ്ഥമായ ജീവിതം, നല്ല ആരോഗ്യം. ഓക്കെ, സമാധാനം. ഓക്കെ, സ്വസ്ഥമായ ജീവിതം വേണം, നല്ല ആരോഗ്യം വേണം. വേറെന്താ വേണ്ടത്? ഹാപ്പി ലൈഫ്, ഹെൽത്ത്, വെൽത്ത്. ഓക്കെ, നല്ല സന്തോഷമുള്ള ജീവിതം, സമാധാനമുള്ള ജീവിതം, അതേപോലെ നല്ല സമ്പത്ത് വേണം എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ. സമ്പത്ത് വേണം. ഓക്കെ, സാമ്പത്തികം. നല്ല സാമ്പത്തികം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ അധികം ആൾക്കാർക്കും വേണ്ടത്, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സമാധാനമാണ്. വേണ്ടത് സമാധാനം. നമുക്ക് എങ്ങനെ സമാധാനം കിട്ടുക? സമാധാനം കിട്ടാൻ ഏറ്റവും നല്ലൊരു വഴിയുണ്ട്, സിമ്പിളായിട്ടുള്ള വഴി. പറഞ്ഞു തരട്ടെ? ജീവിതത്തിൽ സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ, സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി ബാക്കിയെല്ലാം നമുക്ക് ലഭിക്കും. ബാക്കിയെല്ലാം നമുക്ക് ലഭിക്കാനുള്ള ഒരു എളുപ്പ വഴിയിലേക്കാണ് നമുക്ക് എത്താൻ പറ്റുക. സമാധാനത്തിന്റെ വഴിയാണ് യഥാർത്ഥ വഴി. പീസ് എന്ന് പറയുന്ന ഒരു സംഗതി, ഞാനൊരു ജസ്റ്റ് ഒരു ചാർട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഐ വിൽ ഷോ യു എ ചാർട്ട്. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് നേടിയെടുക്കണമെന്നുണ്ടെങ്കിലും നേടിയെടുക്കാൻ പറ്റും.
എന്ത് നേടിയെടുക്കണം എന്നുണ്ടെങ്കിലും അത് നേടിയെടുക്കാൻ പറ്റും, അത് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, എന്തും ആയിത്തീരാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ നിയമം പ്രകാരം പറയുന്ന പ്രകാരം നമുക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ആ ചിന്ത മാത്രം കൊടുത്താൽ പോരാ, അത് നമ്മളിലേക്ക് വരാൻ നമ്മൾ അതുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നും കൂടെ നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ബന്ധം എങ്ങനെയാണ്? സമാധാനം നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടേ? വേണം. സന്തോഷം നിങ്ങൾക്ക് വേണം, പണം നിങ്ങൾക്ക് വേണം. പക്ഷെ വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ്? നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെയൊക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ബന്ധം എങ്ങനെയുള്ളതാണ്? റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്കൊരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തുമായിട്ടുള്ള ബന്ധം നെഗറ്റീവ് ആണെങ്കിൽ ആ സുഹൃത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവുമോ? കൂടെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. യെസ് ഓർ നോ? ഒന്ന് കമന്റ് ചെയ്ത്. ഉണ്ടാവില്ല. സജന മാം പറയുന്നു ഉണ്ടാവില്ല. എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടോ. യു ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ നമ്മുടെ ബന്ധം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ എന്നും പ്രശ്നമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ആ ബന്ധം മുന്നോട്ട് പോകില്ല, ആൾ നിങ്ങളെ ഇട്ടേച്ച് പോകും. നിങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ്. സമാധാനമായിട്ടുള്ള ബന്ധം എന്താ? നിങ്ങളുടെ സമാധാനമുള്ള ബന്ധമാണോ? സമാധാനം ഉണ്ടോ? സമാധാനം എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് നിങ്ങളുടെ ബന്ധമുണ്ട്. നിങ്ങൾ എപ്പോഴും പറയാറുള്ളത് എന്താ? ഒരു സമാധാനമില്ല, ഒരു സുഖമില്ല, ഒരു രസമില്ല. പണ്ടത്തെ കാലമൊക്കെ നല്ല രസമായിരുന്നു. ഇതാണോ നിങ്ങളുടെ ബന്ധം? ഈ ലോകത്തെ എല്ലാം എനർജിയാണെന്നാണ് പറയുന്നത്. ഈ ലോകത്തെല്ലാം എനർജിയാണ്. എല്ലാം, പണമായിക്കോട്ടെ, സമാധാനമായിക്കോട്ടെ, വസ്തുക്കളായിക്കോട്ടെ, വാഹനമായിക്കോട്ടെ, വീടായിക്കോട്ടെ, എവറിത്തിങ് ഈസ് എനർജി. എല്ലാം എനർജിയാണ്. രണ്ട് സംഗതികൾ ഈ ലോകത്തുള്ളൂ, എനർജി ആൻഡ് മാറ്റർ. ഒരു വസ്തുവിൻ്റെ രൂപാവസ്ഥയിലുള്ള അതിൻ്റെത്, പിന്നെ അതിൻ്റെ സൂക്ഷ്മാവസ്ഥയിൽ അത് എനർജിയാണ്. എല്ലാത്തിനും ഒരു എനർജി ഫോം ഉണ്ട്. എല്ലാ വസ്തുക്കളും യഥാർത്ഥത്തിൽ എനർജിയാൽ നിർമ്മിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ എനർജിയാണ്. എല്ലാം, ഈവൻ നിങ്ങളുടെ ചിന്തകൾ. സമാധാനം എന്ന് പറയുന്ന ചിന്ത, അതും എനർജിയാണ്. ദേഷ്യം എന്ന് പറയുന്ന ചിന്ത എനർജിയാണ്. വെറുപ്പ് എന്ന് പറയുന്ന ചിന്ത എനർജിയാണ്. പണം എന്ന് പറയുന്നത് എനർജിയാണ്. എല്ലാം ഈ ലോകത്ത് ഉള്ളത് എനർജിയാണ്. അപ്പോൾ നമ്മളിലേക്ക് വരിക വളരെ ഒരു വസ്തുവിനോട്, അത് പണമാവട്ടെ എന്താവട്ടെ, നമ്മൾ വളരെ സ്നേഹത്തോടു കൂടിയുള്ളൊരു എനർജി, വളരെ ഇഷ്ടത്തോടു കൂടിയുള്ളൊരു എനർജി, വളരെ ആനന്ദത്തോടു കൂടിയിട്ടുള്ളൊരു എനർജി, അതേപോലെ ഒരു സമാധാനത്തിലുള്ളൊരു എനർജി നമ്മൾ കൊടുത്തു വിട്ടാൽ, ആ എനർജി അതിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ
ആ എനർജി ആയിട്ട് അതിനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു കണക്ട്, അത് നിങ്ങളിലേക്ക് വരും. അത് നിങ്ങളിലേക്ക് വരും. കാരണം ഇഷ്ടത്തോടുകൂടി, പ്രണയത്തോടുകൂടി, സമാധാനത്തോടുകൂടി, വളരെ പോസിറ്റീവായിട്ട്, വളരെ ആനന്ദത്തോടു കൂടിയിട്ട് നിങ്ങളതിനെ സ്നേഹിക്കുകയാണ്, വരവേൽക്കുകയാണ്. അപ്പം അത് നിങ്ങളുടെ സ്വന്തമാണ്, നിങ്ങളിലേക്ക് വരും. അതിന് പകരം വെറുപ്പ്, വിദ്വേഷം, പക, ദുഃഖം, കുറ്റബോധം, ഇങ്ങനെയുള്ള സംഗതികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നെല്ലാം നല്ലതെല്ലാം ഈ പറഞ്ഞ ഇതൊന്നും വരില്ല. അതിന് പകരം അതിനോട് സമാനമായ ലോ എനർജി ഫ്രീക്വൻസിയുള്ള സംഗതികൾ വരും. കാരണം നിങ്ങളെന്ന് പറയുന്ന എനർജി എന്താണോ, നിങ്ങളൊരു എനർജിയാണ്, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ചിന്തകളും എല്ലാം. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഇപ്പം മാച്ച് ആവുന്നില്ലേ, ഇങ്ങനെ പറയാം, നമ്മൾ പറയും നമ്മുടെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം എന്ന് പറയും അല്ലേ. നമ്മൾ വളരെ മോശം സ്വഭാവമുള്ള ഒരാൾ, അല്ലെങ്കിൽ മോശം ചിന്താഗതിയുള്ള ഒരാൾ, അയാൾക്ക് കൂട്ടുകെട്ട് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്, അയാൾ അതേപോലെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല ചിന്താഗതിയുള്ള ആൾക്കാർ ഒരിക്കലും മോശം ചിന്താഗതിയുള്ള ആൾക്കാരായിട്ട് ഒത്തുപോകില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്? ബിസിനസ്സുകാർ പൊതുവെ ബിസിനസ്സുകാരായിരിക്കും അവർക്ക് ഫ്രണ്ട്സ്. നല്ല സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ സുഹൃത്തുക്കളുടെ ബിസിനസ് അതങ്ങനെയാണ്. ആ എനർജി അങ്ങനെ ഒന്നിച്ചു പോവുള്ളൂ. നമ്മൾ പറയും വൈബ് എന്ന് പറയും, സെയിം വൈബ് അല്ലെ, സെയിം വേവ് ലെങ്ത് വൈബ് എന്നൊക്കെ പറയും. സെയിം വൈബ് എന്താണ്? വൈബ് എന്താണ്? വൈബ്രേഷൻ. അതാണ് വൈബ്, വൈബ്രേഷണൽ എനർജി. നമ്മളെല്ലാവരും എന്താണ്? ഒരു വൈബ്രേഷണൽ എനർജി ഉള്ളതാണ്. അപ്പം നമ്മൾ അധികം നമ്മൾക്കൊക്കെ സെയിം വൈബുള്ളവരായിട്ട് ഒത്തുപോകാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ വൈബ്, നിങ്ങളുടെ വൈബ് എപ്പോഴും എന്തായിരിക്കണം? നിങ്ങളുടെ വൈബ് എന്തായിരിക്കണം? നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുടെ ആ പോസിറ്റീവായിട്ടുള്ള ആ വൈബ്രേഷനിലായിരിക്കണം. അപ്പം നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ മോശം ട്രാക്കിലൂടെ പോകുന്നതാണ്, നിങ്ങൾക്ക് അങ്ങനത്തെ ഇത് കിട്ടും. അങ്ങനത്തെ കൂട്ടുകെട്ട് നിങ്ങളിൽ അട്രാക്ട് ചെയ്യും, നിങ്ങൾ അതിലേക്ക് ചെന്ന് പെടും. കാരണം നിങ്ങളുടെ വൈബും അവരുടെ വൈബും മാച്ചിങ് ആണ്. നിങ്ങളത് തേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണോ തേടുന്നത് അത് നിങ്ങളെ തേടുന്നുണ്ട്. നിങ്ങൾ എന്താണോ തേടുന്നത് അത് നിങ്ങളെ തേടുന്നുണ്ട്. പക്ഷേ തേടുന്നത് ഇഷ്ടത്തോടുകൂടി, താല്പര്യത്തോടുകൂടി, പ്രണയത്തോടുകൂടി, സമാധാനത്തോടു കൂടി ആയിരിക്കണം. കാരണം ആ എനർജി അവിടേക്കാണ് അട്രാക്ട് ചെയ്യാൻ ആഗ്രഹം. നിങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ് എങ്കിൽ സമാധാനത്തിൻ്റെ എനർജി നിങ്ങളിൽ നിന്ന് ആ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ എത്തണം. പറയുന്നത് മനസ്സിലാവുണ്ടോ? വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. വൈബ്രേഷണൽ ചാർട്ട് എന്ന് പറയും. ആ വൈബ്രേഷണൽ ചാർട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആർ യു റെഡി? നിങ്ങൾക്ക് വേണോ? കാണിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. യെസ് പ്ലീസ്, യെസ് പ്ലീസ്, കമൻറ്റ് ചെയ്യും. ഐ വാണ്ട് യു ടു ഷോ. യെസ് പ്ലീസ്. ഒന്നുമില്ല, നിങ്ങളൊന്ന് ആക്റ്റീവ് ആക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ വൈബ്രേഷണൽ ചാർട്ട് അല്ല പറഞ്ഞേ, നോക്കൂ, നമുക്ക് ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇതാണ് വൈബ്രേഷണൽ ചാർട്ട്. ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള, ഓൾറെഡി റിസർച്ച് നടന്നിട്ടുള്ള സംഗതികളാണ്. ഇതിൽ പറയുന്ന പ്രകാരം ഷെയിം എന്താണ്? ലജ്ജ. നമുക്ക് വല്ലാണ്ട് നമ്മളെ അടുത്ത് കുറ്റം, നാണക്കേട്. ഷെയിം എന്ന് പറഞ്ഞാൽ നാണക്കേട്. ഗിൽറ്റ് എന്താണ്?
ഗിൽട്ട് കുറ്റബോധം, അപ്പതി സങ്കടം, ഗ്രീഫ് ദുഃഖം, ഫിയർ പേടി, ഡിസയർ ആഗ്രഹം, അതേപോലെ ആങ്കർ ദേഷ്യം, പ്രൈഡ് അഹങ്കാരം. ഇതെല്ലാം നോക്കൂ, ചെറുതാണ്. വൈബ്രേഷണൽ എനർജി ലോ വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ്. അതായത് മനുഷ്യന്റെ ശരീരം, ഇവൻ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, ദുഃഖിതനായിരിക്കുന്ന സമയത്ത് ഇവന്റെ എനർജി പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. അത് മാത്രമല്ല, ഈ സമയങ്ങളിൽ അവന്റെ ശരീരത്തിലുള്ള എനർജിയെ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അളവിലാണ്, ലോ എനർജിയിലായിട്ടാണ്. എനർജി തീരെ ഇല്ല. എനർജി ഇല്ലാന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇപ്പൊ ദേഷ്യമൊക്കെ വന്നാൽ പോലും നെഗറ്റീവ് എനർജിയാണ് കൂടുതലുള്ളത്. എനർജി കുറച്ച് കൂടുതലുണ്ട്, 150 വരെ എത്തി, പക്ഷെ നെഗറ്റീവ് എനർജി, അഹങ്കാരം നെഗറ്റീവ് എനർജി. അധികം ആൾക്കാർ ജീവിക്കുന്നത് ഇതിലാണ്. ഒന്നുകിൽ അഹങ്കാരത്തിൽ, അല്ലെങ്കിൽ ദേഷ്യത്തിൽ, അല്ലെങ്കിൽ ആഗ്രഹത്തിൽ. ആ ഉള്ളതിൽ കുറച്ച് നെഗറ്റിവിറ്റി കൂടുതൽ. പക്ഷെ ഏറ്റവും കുറവ് എന്താണ്? നാണക്കേട് തോന്നുക, കുറ്റബോധം തോന്നുക. ഈ നാണക്കേട് തോന്നിയിട്ടാണ് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത്. കുറ്റബോധം കൊണ്ടാണ് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത്. കടം കയറിയിട്ടല്ല ആൾക്കാർ ആത്മഹത്യ ചെയ്യണം, നാണക്കേട് ആലോചിച്ചിട്ട്. സങ്കടം കൊണ്ടല്ല ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത്. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും, അങ്ങനെ ഇമോഷൻസ് ആണ് കേട്ടോ ആൾക്കാർ. അപ്പോ അടുത്തത്, ഇതിൽ ഞാൻ കാണിക്കുന്നൊരു സംഗതി ഉണ്ട്. 200 and above ഉണ്ട്. കറേജ്, ന്യൂട്രാലിറ്റി, വില്ലിങ്നെസ്, അക്സെപ്റ്റൻസ്, റീസൺ, ലവ്, ജോയ് ആൻഡ് പീസ്. പിന്നെ എൻലൈറ്റ്മെന്റ്. അപ്പൊ ഈ പീസ്, ജോയ്, ലവ്, ഓക്കെ, 3 നോക്കി. എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറെ കാറ്റഗറിയാണ്, ടോപ്പിലാണ്. പക്ഷെ പീസ്, ജോയ്, ലവ്, ഈ 3 സംഗതിയാണ് ഇപ്പൊ നിങ്ങൾ എന്നോട്, പീസാണ് എന്നോട് ചോദിച്ചത്. ശരിയാണോ? സമാധാനം, പീസാണ് വേണ്ടത്, സമാധാനമാണ് വേണ്ടത്. ഏറ്റവും മുകളിൽ 600-ലാണ്. ഓക്കെ, 600-ലാണ് അത്. പക്ഷേ നമുക്ക് അതിലേക്ക് എത്താൻ ഉള്ള കുറേ സ്റ്റെപ്പുകളുണ്ട്. ന്യൂട്രാലിറ്റി, കറേജ്, ന്യൂട്രാലിറ്റി, വില്ലിങ്നെസ്, അക്സെപ്റ്റൻസ്, റീസൺ, ലവ്, ജോയ്, പീസ്. അങ്ങനെയാണ് അവിടേക്ക് എത്തുള്ളൂ. മറ്റേതൊക്കെ ഓരോ സ്റ്റെപ്പാണ്. അപ്പോൾ ആ സ്റ്റെപ്പിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകണം. അതിന് പകരം നമ്മൾ ഈ 200-ന് താഴെ എനർജി ഫ്രീക്വൻസിയാണ് നമ്മൾ ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും അടിയില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ ആൾക്കാർക്ക് പ്രശ്നങ്ങൾ തീരൂല, ബുദ്ധിമുട്ടുകൾ തീരൂല. മനസ്സിലാവണ്ട പറയണ? ഹലോ ഹലോ ഹലോ. യെസ്. അപ്പൊ നിങ്ങൾക്ക് സമാധാനമാണെങ്കിൽ ആ എനർജിയിൽ നിങ്ങൾ നിൽക്കൂ. നിങ്ങളുടെ എനർജി താഴാൻ അനുവദിക്കരുത്. കാരണം ഒരേ എനർജി ഉള്ള, വൈബ്രേഷൻ ഉള്ള, ഒരേ വൈബുള്ള ആൾക്കാർ തമ്മിൽ മാച്ചാവും. പോസിറ്റീവ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും എന്താ പറയുക, നെഗറ്റീവ് എനർജിയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ലോ ആണ്. ഈ ലോ എനർജിയുടെ പ്രത്യേകത എന്താണ്? അതിന് മാച്ചായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. അതിന് മാച്ചായ ചിന്തകൾ നിങ്ങൾ ചിന്തിക്കുകയുള്ളൂ. അതിന് മാച്ചായ രീതിയിലുള്ള ചിന്തകൾ ചിന്തിക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ തിയറി പ്രകാരം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വരും. അതിൽ ലോ ഓഫ് അട്രാക്ഷൻ, ആ എനർജി വൈബ്രേഷൻ സിമിലർ ആണ്. പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ബിക്കോസ് നിങ്ങൾ 200-ന് താഴെയാണ്. നിങ്ങളുടെ എനർജി വൈബ്രേഷൻ 200-ന് താഴെയാണ്, കുറവാണ്. അത് കൂട്ടണം. മനസ്സിലായോ? അതെപ്പോഴും കൂട്ടണം. അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ. അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് EFT പ്രാക്ടീസ് ചെയ്യുന്നത്. അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സൊക്കെ ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് വരുന്നത്.
എപ്പോഴും ആ എനർജി ഫ്രീക്വൻസിയിൽ നിങ്ങൾ നിൽക്കണം. ആ എനർജി ഫ്രീക്വൻസി, ഹയർ എനർജി ഫ്രീക്വൻസി. ഇപ്പൊ പീസാണ് വേണ്ടെങ്കിൽ പീസിൽ നിൽക്കണം. എന്താ വേണ്ടത്? നമ്മൾ എപ്പോഴും പീസാണ് ചൂസ് ചെയ്യുന്നത് എന്ന് പറയണം. നമ്മൾ എന്താണോ നമ്മളോട് പറയുന്നത് അത് നമ്മളായിത്തീരും. ഓക്കെ, നമ്മൾ എന്താണോ നമ്മൾ പറയുന്നത് അത് നമ്മളായിത്തീരും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആയിത്തീരും. സമാധാനമാണ് വേണ്ടതെങ്കിൽ സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ അഡ്വാൻസ് പ്രോഗ്രാം വരുന്നുണ്ട്, അതിൽ ഈ ഒരു വിഷയം ഇൻ ഡെപ്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇൻ ഡെപ്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അഡ്വാൻസ് പ്രോഗ്രാം ഏപ്രിൽ മാസത്തിലാണ് വരുന്നത്. എന്തായാലും പ്രോഗ്രാമിന് നിങ്ങൾ ബുക്ക് ചെയ്യുക. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ആ 600 എങ്ങനെ എത്തിക്കാം എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കും. 600 നിങ്ങൾ എത്തിച്ച് തരുകയും ചെയ്യും. നിങ്ങളത് ശരിക്കും ലിറ്ററലി ഫീൽ ചെയ്യും. അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിൽ നിന്ന് ഇറങ്ങില്ല. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് ഇറങ്ങാൻ താല്പര്യപ്പെടുള്ളൂ. പീസ് ഭയങ്കര അഡിക്ഷനാണ്, ഭയങ്കര അഡിക്ഷനുള്ളതാണ്. പീസാണ് നമുക്ക് കിട്ടേണ്ടത്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട എന്നുള്ളൊരു സംഗതിയാണ്. പണം വേണ്ട, സമ്പത്ത് വേണ്ട, ഒന്നും വേണ്ട. കാരണം എല്ലാം നിങ്ങൾക്ക് പീസ് കിട്ടുമ്പോൾ നിങ്ങൾക്കെല്ലാം പിന്നെ ഈസിയാണ്. എല്ലാം നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടും. നിങ്ങളുടെ ജീവിതം ധന്യമാവും. നിങ്ങൾക്ക് പിന്നെ ഒന്നും വിഷയമില്ലാതെ നിങ്ങൾ പിന്നീട് ശരിയായ തീരുമാനങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരും. എന്ത് ചെയ്യണം? കഴിഞ്ഞ ദിവസം അയ്യൂബ് സാറ് സെഷൻ കേട്ടിരുന്നോ? നിങ്ങൾ കേട്ടിരുന്നോ? എത്ര പേര് കേട്ടിരുന്നു? എന്ന് കമന്റ് ചെയ്ത്. കേട്ടിരുന്നോ? അയ്യൂബ് സാർ സെഷനിൽ അയ്യൂബ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അയ്യൂബ് സാർ സെഷനിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇപ്പൊ എന്ത് തീരുമാനം എടുക്കണമെന്ന് അദ്ദേഹത്തിന് ഉള്ളുന്നൊരു ഗൈഡൻസ് ഉണ്ട്. ഉള്ളുന്ന ഒരു ഗൈഡൻസ് ഉണ്ട്, ഇൻറ്റ്യൂഷൻ. ഉള്ളു തുറന്നു എന്ന് പറയും. ഉള്ളു തുറക്കപ്പെടും. നിങ്ങൾക്ക് വേണ്ട എല്ലാ അറിവുകളും നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ അറിവുകളും നിങ്ങളുടെ ഉള്ളിലുണ്ട്. മനസ്സിലായോ? ആ അറിവ് വിളിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരിലേക്ക് തുറക്കപ്പെടണം. അത് എന്തിലേക്കാണ് വേണ്ടതിലേക്ക് നിങ്ങളെ നയിക്കപ്പെടണം. അപ്പം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഡിസിഷൻസ് എടുക്കുമ്പോൾ വ്യക്തമായ ക്ലാരിറ്റി, കോൺഫിഡൻസോടുകൂടി ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം. നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് കറക്റ്റ് ആവണം. അപ്പോഴാണ് നിങ്ങൾ വിജയിക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലേക്കുള്ള യാത്ര ഒരിക്കലും എന്താകരുത്? സ്ട്രഗിൾ നിറഞ്ഞതാകരുത്. ഇപ്പോൾ നമ്മുടെ ലൈഫിലുള്ള നമ്മുടെ യാത്ര സ്ട്രഗിൾ നിറഞ്ഞതല്ലേ? ആണോ? അല്ലേ? ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഭയങ്കര ബുദ്ധിമുട്ട് നിറഞ്ഞതാണോ? സ്ട്രഗിൾ നിറഞ്ഞതാണോ? യെസ് ഓർ നോ? നമ്മൾ ശീലിച്ച് തന്നെ സ്ട്രഗിൾ അല്ലേ? എന്നാൽ സമാധാനത്തിലൂടെ നിങ്ങൾ പോകുമ്പോൾ അവിടെ സ്ട്രഗിൾ ഇല്ല. സ്ട്രഗിൾ ഇല്ല. സ്നേഹത്തിലൂടെ പോകുമ്പോൾ സ്ട്രഗിൾ ഇല്ല. സ്ട്രഗിൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, വിട്ടുകളയാം. സ്ട്രഗിൾ വിട്ടിട്ട്
വളരെ പീസ്ഫുള്ളായിട്ട്, കാമായിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോവാം. കാരണം ലക്ഷ്യം മാത്രമല്ല നമ്മുടെ എത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലം. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലക്ഷ്യം മാത്രമല്ല ഇമ്പോർട്ടൻ്റ്, ലക്ഷ്യത്തിലേക്കുള്ള യാത്രയും ലക്ഷ്യമാണ്, അതും ലക്ഷ്യമാണ്. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുണ്ടല്ലോ ഇപ്പോൾ ഈ നിമിഷം. എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിരിക്കണം. എപ്പോഴും നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ സന്തോഷവാനായിരിക്കണം. പറ്റും, പോസിബിളാണ്. അപ്പോഴാണ് നിങ്ങൾ ജീവിതത്തിൽ ഭാഗ്യവാനാവുന്നത്. അപ്പോഴാണ് നിങ്ങൾ ജീവിതത്തിൽ ശരിക്കും നേടുന്നവനാകുന്നത്. ഇത് പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ പ്രയാസമാണെന്ന് തോന്നുന്നുണ്ടാവും. ആക്ച്വലി അല്ല. ഇതെല്ലാം നമ്മൾ തീരുമാനിക്കുന്ന, നമ്മൾ അനുഭവിച്ച് ലഭിച്ച് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. നമുക്കത് കിട്ടും. എല്ലാവർക്കും അത് അനുഭവിക്കാൻ പറ്റും. അത് അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവും. അത് പ്രയാസമുള്ള കാര്യമല്ല. സോ ആ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു യാത്ര എപ്പോഴും ചൂസ് ചെയ്യാം. ചൂസ് പീസ്, ചൂസ് ലവ്, ചൂസ് ജോയ്. എന്താ? ചൂസ് പീസ്, ചൂസ് ലവ്, ചൂസ് ജോയ്. ആനന്ദത്തോടുകൂടി യാത്ര ചെയ്യാം, സ്നേഹത്തോടുകൂടി യാത്ര ചെയ്യാം, സമാധാനത്തോടുകൂടി യാത്ര ചെയ്യാം. ലക്ഷ്യത്തെ നോക്കി കാണുമ്പോൾ സമാധാനം കാണണം, സ്നേഹം കാണണം. ലക്ഷ്യത്തെ നോക്കി കാണുമ്പോൾ ആനന്ദം കാണണം. ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ യാത്രയിൽ, ലക്ഷ്യം എന്ന് പറയുമ്പോൾ ലക്ഷ്യത്തിലേക്ക് ആനന്ദത്തിലൂടെ, സമാധാനത്തിലൂടെ നിങ്ങൾ അവിടേക്ക് എത്തണം. സ്നേഹത്തിലൂടെ. സ്നേഹത്തെ കൂട്ടുപിടിക്കുക, എന്തിലും ആനന്ദത്തെ കൂട്ടുപിടിക്കുക. എങ്ങനെ കൂട്ടുപിടിക്കും? ചിന്തകൾ കുറക്കുക, വൈബ്രേഷണൽ എനർജി കൂട്ടുക. അതെങ്ങനെ ചെയ്യാൻ പറ്റും? നന്നായിട്ട് ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, പീസ്ഫുള്ളായിട്ടിരിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക. അങ്ങനെ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ബ്യൂട്ടിഫുൾ ആക്കി കൊണ്ടുപോകാം. യു വിൽ റീച്ച് ദർ ഇൻ എ ബ്യൂട്ടിഫുൾ വേ. അവിടെ നിങ്ങൾ എന്തായാലും എത്തും. നിങ്ങൾ സമാധാനമുള്ള ഒരാളായിരിക്കും, സന്തോഷമുള്ള ഒരാളായിരിക്കും, ഹാപ്പി ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വളരെ കാമാണ്, വളരെ കൂളാണ്, വളരെ ക്ലിയറാണ്, വളരെ കോൺഫിഡൻ്റ് ആണ്, ഭയമില്ല, നല്ല കറേജ് ഉണ്ട്. ശരിയായ തീരുമാനം ഭയമില്ലാതെ ശക്തമായിട്ട് വലിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. വലിയ പ്രോജക്റ്റുകൾ, വലിയ ടാസ്കുകൾ, വലിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു ഭയമില്ലാതെ ഏറ്റെടുക്കാൻ പറ്റും. ബിക്കോസ് നിങ്ങൾ ഭയമില്ലാത്ത സ്റ്റേജിലാണുള്ളത്. ആ ഒരു സമാധാനമുള്ള സ്റ്റേജ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്. ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾ ഈ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ, അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? വൈബ്രേഷണൽ എനർജി 600 ആണ്. പണത്തിന്റെ വൈബ്രേഷണൽ എനർജി എത്രയാണെന്നറിയാം? പണത്തിന്റെ വൈബ്രേഷണൽ എനർജി ഉണ്ട്. പണത്തിന്റെ വൈബ്രേഷണൽ എനർജി എന്ന് പറയുന്നത് 639, 639, അതേപോലെ 432.
അതായത് 432 മിനിമം നിങ്ങൾ പണം അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ചീവ് ചെയ്യേണ്ടത്. മിനിമം 432. മറ്റെത്രയായിരുന്നു പറഞ്ഞത്? 432 ഹെർട്സിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വൈബ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ നമുക്ക് എന്താകും? പണം വന്നു തുടങ്ങും. നമ്മൾ ഈ ദുഃഖം, വിഷമം, സങ്കടം, ബുദ്ധിമുട്ട്, പ്രയാസം, കാര്യം 200-ന് താഴെ പോയാൽ പണം ഒരിക്കലും വരില്ല. കാരണം പണത്തിൻ്റെ എനർജി, വൈബ്രേഷൻ അതാണ്. പണം മാത്രമാണ് കേട്ടോ അപ്പം കിട്ടുക. മൊത്തത്തിൽ അബണ്ടൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 638. അതായത് നിങ്ങൾ പീസിന് മുകളിൽ പോകണം. പീസിലേക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് ചെന്നെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻലൈറ്റ്മെൻ്റ് ആണ്. അവിടെയാണ് ഈ അബണ്ടൻസ് കിടക്കുന്നത്. എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുന്ന അവസ്ഥ. നിങ്ങളെപ്പോഴും എന്ന് വെച്ചാൽ പീസിൽ നിൽക്കുക. അപ്പോൾ ഏറ്റവും പീക്കിലാണത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം നടന്നു. ശരിയല്ലേ? ഓക്കെ ആണോ? അപ്പോൾ സമാധാനമാണ് വേണ്ടതെന്ന് പറഞ്ഞ ഏത് സമാധാനം? അപ്പോൾ കുറച്ച് സമാധാനം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുന്ന സമാധാനമല്ല, അത് സമാധാനമല്ല. മനസ്സിലാണ്ടോ? സമാധാനം നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. പീസ്ഫുള്ളായിട്ട് മടി പിടിച്ചിരിക്കലല്ല സമാധാനം. വളരെ അവെയറായിട്ട് ഈ നിമിഷത്തിൽ അറിഞ്ഞാസ്വദിച്ച് ഇങ്ങനെ ആനന്ദത്തിൽ ഇങ്ങനെ ആറാടി ഒരു വല്ലാത്ത സുഖമുള്ള സ്നേഹം ഫീൽ ചെയ്യുന്ന ആൾക്കാണ് അത് കിട്ടുക. സ്നേഹം കൊടുക്കുന്ന ആൾക്കാണ് സമാധാനം കിട്ടുക. സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ ജോയിലേക്ക് എത്തും. ജോയിൽ നിന്ന് നിങ്ങൾ സമാധാനത്തിലേക്ക് എത്തും. സ്നേഹവും ജോയും ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾ സമാധാനം ആസ്വദിക്കും. നന്നായിട്ട് സ്നേഹിക്കുക, ഇഷ്ടത്തോടു കൂടി എല്ലാവരോടും ഇഷ്ടം, ഭയങ്കര ജോയ്, ആനന്ദത്തോടു കൂടി ഇഷ്ടം പ്രകടിപ്പിക്കുക. എൻ്റെ ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓ, ഐ ലവ് മൈ ജോബ്, ഐ ലവ് മൈ ജോബ്, ഐ ലവ് മൈ ജോബ്, ഐ ലവ് മൈ ജോബ്. എൻ്റെ ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഭർത്താവിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഭാര്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് ഇറ്റ്. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓഹ്, എന്തിനോടും മനസ്സിൽ ഒരു പ്രയാസത്തിൻ്റെ ചിന്ത കൊണ്ടുവരാതിരിക്കും. സ്നേഹത്തിൻ്റെ ചിന്ത കൊണ്ട്. അപ്പോൾ നിങ്ങൾ പീസിലെത്തും. ആ പീസ് നിങ്ങളെ അബണ്ടൻസിലേക്ക് നയിക്കും, സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കും. പണം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വൈബ്രേഷൻ ചാർട്ടിൽ പറയുന്നത് നോക്കാം. വൈബ്രേഷൻ ചാർട്ട് പ്രകാരം പറയുന്നത് പണം വരണമെന്നുണ്ടെങ്കിൽ റീസൺ ആൻഡ് ലവ്. എപ്പോഴും എന്താ വെച്ചാൽ ഹയർ ഈ ലവിൻ്റെ വൈബ്രേഷൻ എനർജി കൂട്ടിയാൽ പണം പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തും. 438, 500 ലവ്. നോക്കി നോക്ക് സ്നേഹത്തിൻ്റെത്. തൊട്ടടുത്ത് 438 പണം ഉണ്ടാവും. ഉണ്ടല്ലേ? 400 കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ലവ് ആണ്. റീസൺ എത്തിയിട്ട് കാര്യമില്ല, റീസണ് മുകളിൽ പോകണം. അതിന് മുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് ലവ് ആണ്. തൊട്ട് മുകളിൽ 438 ലവ് എത്തിക്കഴിഞ്ഞാൽ 500. സോ 438 എപ്പോഴും ലവ് കൊണ്ടെടുക്കുക. എല്ലാവരോടും സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. ഒരാളോടും വെറുപ്പില്ല, വിദ്വേഷമില്ല, പകയില്ല, ഒന്നുമില്ല. ആ ലെവലിൽ പ്രാക്ടീസ് ചെയ്യാം എടാ. ഓക്കെ ആണോ? അപ്പം നിങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടും. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അതോ ഇതൊക്കെ കേട്ടിട്ട് എന്ത് തേങ്ങയാണ് ഇവൻ പറയുന്നത് എന്നുള്ള രീതിയിലുള്ള ചിന്തയാണോ? സോ നിങ്ങളുടെ വൈബ്രേഷണൽ എനർജി കൂട്ടാം കേട്ടോ. അപ്പം അത് കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാത്തിനോടും പ്രണയം ഫീൽ ചെയ്യട്ടെ. ഇനി മുതൽ എല്ലാം പ്രണയം, എല്ലാത്തിനോടും സ്നേഹം, 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 സ്നേഹം. നിങ്ങൾ സ്നേഹമായി മാറുക. ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദിസ് വേൾഡ്. ഐ ആം ലവ്. ഓക്കെ, എന്താണ്? ഐ ആം ലവ്.
ഐ ആം ജോയ്, ഐ ആം ഇൻ ജോയ്, ഐ ആം ഇൻ ലവ്, ഐ ആം ഇൻ ജോയ്. എപ്പോഴും നമ്മളെന്ന് വെച്ചാൽ നല്ല ചിന്തകൾ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. സ്നേഹമാണ് അതിൻ്റെ വഴി. സ്നേഹത്തിലൂടെയാണ് അവിടേക്ക് എത്തേണ്ടത്. സ്നേഹിക്കുക. വേറെ ഒരു ചിന്ത കൊടുക്കുകയാണെങ്കിൽ ആ ചിന്തകൾ എന്ത് ചെയ്യുക? ക്യാൻസൽ പറഞ്ഞു വിടുക. ഓക്കെ, ക്യാൻസൽ എന്ന് പറഞ്ഞ ചിന്തകൾ ഒഴിവാക്കുക. വെറുപ്പിന്റെ ചിന്ത വേണ്ട. വിദേശത്തിന് ഒരു നെഗറ്റീവ് ചിന്ത ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു പറയാം. എല്ലാത്തിനും മാപ്പ് ചോദിച്ച് തെറ്റുകൾ ക്ലിയർ ചെയ്ത് നല്ല ചിന്തകൾ കൊടുത്ത് മുന്നോട്ട് പോകാം. then you will be in peace. when you are in peace, you have abundance around you. സമ്പൽ സമൃദ്ധി ഉണ്ടാവും, പണം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പ്രോബ്ലം നമുക്ക് പീസ്ഫുൾ ആകാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ചത് ഇതെല്ലാം കിട്ടിയാൽ നമുക്ക് പീസ്ഫുൾ ആകാം അല്ലേ? കാർ വാങ്ങിയാൽ ഞാൻ സന്തോഷമാണ്, കാർ വാങ്ങിയാൽ ഞാൻ ശരിയാണോ? വീട് വെച്ചാൽ, എൻ്റെ കടം തീർന്നാൽ ഞാൻ സമാധാനത്തിലേക്ക് എത്തും. വേറെ വലിയ ഫിലോസഫി ഒന്നും പറയണ്ട. എൻ്റെ കടങ്ങളൊക്കെ വീടി കഴിഞ്ഞാൽ ഞാൻ ഓക്കെ. ആ കടങ്ങൾ വീടൂല. നമ്മൾ എങ്ങനെയാവാതെ നമ്മളൊരു ആ കടങ്ങൾ വീടി അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പം വീടുമായിരിക്കും, വീണ്ടും വരും വേറെ പ്രശ്നം, വീണ്ടും വരും വേറെ പ്രശ്നം, വീണ്ടും വരും വേറെ പ്രശ്നം, വീണ്ടും വരും വേറെ പ്രശ്നങ്ങൾ. അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പൊ പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല. നമ്മളതങ്ങ് വിശ്വസിക്കും, അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയല്ല, വളരെ പീസ്ഫുൾ ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു പ്രാക്ടീസ് ഉണ്ട്. ആ പ്രാക്ടീസിലേക്ക് എത്തിക്കണം. ഇതിനൊക്കെയാണ് നമ്മുടെ കോഴ്സ്. കം ടു ദ കോഴ്സിലേക്ക് വരിക, പഠിക്കുക, മനസ്സിലാക്കുക. അഡ്വാൻസ് ട്രെയിനിങ് പ്രോഗ്രാം വരുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ എന്തായാലും റെഡി ആയിട്ടിരിക്കുക. നമ്മുടെ ബേസിക് ചെയ്ത എല്ലാവർക്കും അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് വരാം. സോ അഡ്വാൻസ് പ്രോഗ്രാം വേറെ ലെവലാണ്. ഒന്ന് ഡീപ്പായിട്ടുള്ള ഹീലിംഗ്, ചെറുപ്പത്തിലേക്ക് നമ്മൾ പോയിട്ടുള്ള ഇൻഡെപ്ത് ഹീലിംഗ്, ഓക്കെ, ഡീപ്പ് ഹീലിംഗ്. രണ്ടാമത്തത് നമുക്കുള്ള, അതായത് നമ്മുടെ കോർ ലെവലുള്ള ഹീലിംഗ് നടക്കും. രണ്ടാമത്തതെന്ന് പറയുന്നത് നമുക്ക് വരുന്നൊരു ഹീലിംഗ് ആണ്. ഹീലിങ്ങിന് പുറമെ നമ്മൾ ഈ പീസിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയും. നിങ്ങളെ പീസിലേക്ക് എത്തിക്കുന്ന ഒരു ഹീലിംഗ്, പീസ് ആക്സസ് ചെയ്യുന്നു, വെൽത്തും അബണ്ടൻസും ക്രിയേറ്റ് ചെയ്യാനുള്ള ഹീലിംഗ്. പിന്നെ വോംബ് തെറാപ്പി ഉണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്തുള്ള ഒരു സ്റ്റേജിലടക്കമുള്ള ഒരു പുനർജന്മം പോസിബിൾ ആകുന്ന രൂപത്തിലുള്ള ഡെത്ത്. സോ നിങ്ങൾ എന്താ വേണ്ടത്? കം ടു ദ പ്രോഗ്രാം. അത് അഡ്വാൻസ് പ്രോഗ്രാം ഉണ്ട്, ഏപ്രിലാണ്. അപ്പം ആ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ PCS നിങ്ങൾ വിളിക്കുക. ഓൾറെഡി കോഴ്സ് ചെയ്ത ആൾക്കാർ എന്തായാലും പങ്കെടുക്കുക. പിന്നെ അടുത്ത ബാച്ച് നോമ്പിന് ആരംഭിക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ വരിക. ഈ പറഞ്ഞ നെക്സ്റ്റ് മന്ത് റമദാൻ മാസത്തിൽ വരുന്നുണ്ട് പ്രോഗ്രാം, മാർച്ചിൽ. അതിലേക്ക് നിങ്ങൾ വരിക, പങ്കെടുക്കുക. നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് നമ്മുടെ ലൈഫിൽ വലിയൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരവസ്ഥയിൽ, കാമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക്, ഹാപ്പി ആയിട്ടുള്ള ഒരവസ്ഥയിൽ നമുക്ക് എത്താം. പീസ് ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. പീസിനെ മുറുകെ പിടിക്കുക കേട്ടോ. ഓക്കെ, സോ ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. How was the session? Thank you. സോ കറക്റ്റ് ആയിട്ടുള്ള ഒരു വഴിയിലൂടെ മുന്നോട്ട് പോവുക. അപ്പം എല്ലാം റെഡിയാവും. വണ്ടർഫുൾ, സൂപ്പർ, താങ്ക് യു, അമേസിങ്. കുറച്ച് ക്ലാരിറ്റി ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കണം അല്ലേ?
നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കിയെടുക്കുക, ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യും, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഞാൻ ഈ പറഞ്ഞതിനെക്കുറിച്ചൊന്ന് നന്നായിട്ടൊന്ന് ചിന്തിക്കുക. ഓക്കെ, നമ്മൾ ഈ ഒരുപാട് കിട്ടി അയ്യൂബ്. ഒരുപാട് കിട്ടി. അതെ, അയ്യൂബ് സാറിനൊക്കെ പെട്ടെന്ന് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ആള് ഇത് ഞാനിങ്ങനെ പറയാതെ ആ ട്രാക്കിലേക്ക് എത്തിയത് കിട്ടിയ ഒരാളാണ്. സോ ആ കിട്ടിയതിൽ മുറുകെ പിടിച്ചോളൂ. ലവ്, ജോയ്, പീസ്. സുബേദ മാം ഒന്ന് പൊടി തട്ടിയെടുത്തു. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓക്കെ, നല്ല രീതിയിൽ ആ എനർജിയിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുക. എപ്പോഴും പീസ്, 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 ലവ്, ലവ്, ജോയ്, ജോയ്, ജോയ്. കേട്ടോ, ആ ലെവലിൽ നിൽക്കട്ടെ. ഇവിടെ നമ്മളൊരു സാധനം കാണിച്ചു തരാം ഞാൻ. ഈ ചാർട്ടിൽ ഡിസയർ എന്ന് പറയുന്ന സാധനം കണ്ടോ നിങ്ങൾ? 125 കാണിക്കുന്നത്. ആഗ്രഹം, ആഗ്രഹം, ആഗ്രഹം പാടില്ല. ആഗ്രഹം പ്രശ്നമാണ്, ഡിസയർ പ്രശ്നമാണ്. അതിനെക്കുറിച്ച് ഞാൻ വേറെ ക്ലാസ്സിൽ ഞാൻ പറയാം, എന്തുകൊണ്ടാണത് അങ്ങനെ. നമുക്ക് സ്വപ്നങ്ങൾ വേണം, സ്വപ്നങ്ങളോട് ഇഷ്ടമാണ്, ലവ് വേണം, പക്ഷെ ആഗ്രഹം പാടില്ല. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ കേട്ടോ, ഓൾറൈറ്റ്. പീസ്, ഫ്ലഡ്, ഹാവ് എ ഗ്രേറ്റ്. ഓക്കെ, ഞാൻ അത് ആലോചിച്ചിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും വിജേഷ് വരും. മാറ്റങ്ങൾ അറിയാൻ കഴിയുന്നുണ്ട് സാർ. സുജീറ, താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഷാറാവട്ടെ, നല്ല രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു, ഹാവ് എ ഗ്രേറ്റ്. വിധി എന്താണ്? നൗഷിത, വിധി നമ്മൾ ചിന്തിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മളായിത്തീരും. എനിക്കിങ്ങനെ സംഭവിക്കൂ, നമുക്കത് സംഭവിക്കും. ഇപ്പം നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് കുറേ കണ്ടീഷനിങ് നടന്നിട്ടുണ്ട്. ആ കണ്ടീഷനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ വിധിയിലേക്ക് എത്തുന്നത്. നമ്മളുടെ വിധി എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് പറയാറില്ലേ? അതെന്താണെന്നറിയോ? നമ്മുടെ വിധി എഴുതപ്പെട്ടിട്ടുണ്ട്. ആരാ എഴുതിയേ? നമ്മുടെ വിധി എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വിധിയെ നമുക്ക് തിരുത്താൻ പറ്റും. നമ്മുടെ വിധിയെ എഴുതുന്നതിന് പറയുന്ന പേരാണ് പ്രോഗ്രാമിംഗ്, കണ്ടീഷനിങ്. ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടുകാർ, ഫാമിലി, ഇവർ കുറേ വിധി എഴുതിയിട്ടുണ്ട്. നമ്മളുടെ അച്ഛനും അമ്മയുടെയും സെല്ലിൽ നിന്നാണ് നമ്മളുണ്ടായത്. വർഷങ്ങളായിട്ട് അവരനുഭവിച്ച കുറേ പ്രോഗ്രാമിംഗ് കാര്യങ്ങൾ എഴുതപ്പെട്ടത്, വിധി. ആ വിധിയെ, ആ എഴുതപ്പെട്ടതിനെ നമുക്ക് തിരുത്താൻ പറ്റും. അങ്ങനെ നമ്മൾ തിരുത്തിയിട്ടില്ലെങ്കിൽ അതാവും നമ്മുടെ വിധി. ഇപ്പോൾ അധികം ആൾക്കാരുടെ ലൈഫ് അങ്ങനെയാണ് പോകുന്നത്. ചെറുപ്പത്തിൽ എഴുതപ്പെട്ട പ്രോഗ്രാമിംഗ്, അത് നമുക്ക് തിരുത്താൻ പറ്റും. നമ്മൾ നമ്മുടെ വിധി എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഡിസയർ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ കൺഫ്യൂഷനായി. കൺഫ്യൂഷൻ കിടക്കട്ടെ, ഇറ്റ്സ് ഓക്കെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഡിസയർ പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചല്ലേ ഞാൻ, നസ്രീൻ? അപ്പൊ നമുക്ക് ഇനി നിങ്ങൾക്ക് ചിന്തിക്കാറ് സാധനം കിട്ടിയില്ലേ? ഒരു ബോംബ് കയ്യിൽ തന്നല്ലോ, അത് പൊട്ടട്ടെ തലയിൽ കിടന്നിട്ട്. അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ്? ഇതെല്ലാവർക്കും അറിയാലോ, അഹങ്കാരത്തിന്റെ ലക്ഷണം എന്താന്നുള്ളത് അല്ലേ? അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങൾ ഒന്ന് തന്നെയാണ്, സമാധാനം ഇല്ലായ്മ. നിങ്ങൾക്ക് സമാധാനം ഇല്ലേ? നിങ്ങൾ അഹങ്കാരിയാണ്. നിങ്ങൾ മറ്റുള്ളവരെ പുച്ഛത്തോടു കൂടി നോക്കി കാണുന്നുണ്ടോ? മറ്റുള്ളവരെ വെറുപ്പോടു കൂടി നോക്കി കാണുന്നു. മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുന്നില്ല. വാശി, ഭയങ്കര വാശിയുള്ള ആളാണ്. അഹങ്കാരമുണ്ട്. സോ കണക്ട് ചെയ്യാം.
എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട് ടീമായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ഇറങ്ങണം പെട്ടെന്ന്. യാ, കൺഫ്യൂഷനായി. അപ്പോൾ ആ കൺഫ്യൂഷൻ നമുക്ക് ക്ലിയർ ആക്കാം. നിങ്ങളും ഇരുന്ന് ആലോചിക്കും കേട്ടോ, നല്ല ചിന്തകൾ കൊടുത്ത് ആലോചിക്കും. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിൽ വീണ്ടും വരാം. എന്തുകൊണ്ട് ഡിസയർ നെഗറ്റീവാണ്, ആഗ്രഹം പാടില്ല എന്ന് പറയും. എന്നാൽ പ്രണയം നമുക്കാവാം, പ്രണയിച്ച് സ്വന്തമാക്കാം, ആഗ്രഹിച്ച് സ്വന്തമാക്കണ്ട. ഓക്കെ അല്ലേ? കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്, പക്ഷെ എന്നാലും കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ നമുക്ക് ക്ലിയർ ആക്കാം. സ്വന്തം സ്നേഹിച്ചാൽ പിന്നെ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നു. വാ സുബൈദ മാം, താങ്ക് യു. ഇപ്പൊ ക്ലിയർ ആണോ? പ്രണയിച്ച് സ്വന്തമാക്കാം, ആഗ്രഹിച്ച് സ്വന്താക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് സ്വന്താക്കല്ലേ വേണ്ടത്. നിങ്ങളുടെ പ്രശ്നം അതാണല്ലോ. ആകെ കൺഫ്യൂഷനും വിഷമവും സങ്കടമൊക്കെ വന്നതല്ലേ. ഇല്ലതെല്ലാം കിട്ടൂലേ, ആഗ്രഹമൊന്നും നടക്കൂലേ. നിങ്ങൾ പ്രണയിക്കൂ, അപ്പൊ നിങ്ങൾ സ്വന്തമാക്കും കേട്ടോ. പ്രണയം ഞാൻ പറഞ്ഞ ഏത് കാമുക പ്രണയമല്ല, വേറെ പ്രണയമുണ്ട്. ദ റിയൽ മൊഹബത്ത്. ഓക്കെ, ദ റിയൽ മൊഹബത്ത്. ആ റിയൽ മൊഹബത്ത് നമ്മൾ എന്ത് ചെയ്യും, അറിയണം. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ പിന്നെയും കൺഫ്യൂഷൻ ദേ കിടക്കണം, അതെന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ. അതിനെക്കുറിച്ചൊരു ക്ലാസ് വേണം, ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കും കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. താങ്ക് യു. അപ്പൊ താങ്ക് യു എവറി വൺ. ഓക്കെ, താങ്ക് ഹാവ് എ യു. ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച്.